ആക്ഷൻ ഈസ് ദ പ്രൂഫ് ഓഫ് ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൻ്റെ തെളിവ് പ്രവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് പ്രവർത്തനമില്ലാത്ത വിശ്വാസം എന്നാകരുത്. നമ്മുടെ വിശ്വാസം ഘനീഭവിക്കുമ്പോൾ പ്രവർത്തനമുണ്ടാകും. അബ്രഹാം വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചു വെച്ച് പറഞ്ഞു, നീ നിൻ്റെ ദേശത്ത് നിന്ന് ചാർച്ചക്കാരെ നിനക്കുള്ളതിനെ വിട്ടിട്ട് നീ പോകാൻ പറഞ്ഞു. എവിടെ? ദൈവം പറയുന്ന ദേശത്തേക്ക്, എവിടാന്ന് പോലും അറിയത്തില്ല. പക്ഷെ അബ്രഹാം വിശ്വസിച്ചു, ആക്ഷൻ ഉണ്ടായി. ഉടനെ തന്നെ 75 വയസ്സുള്ള അബ്രഹാം തനിക്കുള്ളതെല്ലാം അവിടെ ഇട്ടേച്ച് തൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ഭാര്യയുണ്ട്, പിന്നെ പൗത്രനുണ്ട്, പിന്നെ അബ്രഹാമിൻ്റെ അപ്പനുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് യാത്ര ചെയ്യും. കന്നുകാലികളിലും എടുത്ത്. അത് യാത്രയാകുക എന്ന് പറയുന്നത് 75 വയസ്സുള്ള ഒരു മനുഷ്യനോട് ദൈവാത്മാവ് യാത്രയാകാൻ പറയുമ്പം ഒരു മടിയും കൂടാതെ നടക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിന് മനസ്സിലാകത്തില്ല. അതാണ് അന്തരാത്മാവിൻ്റെ ഒരു വിളി വരിക എന്ന് പറയുന്നത്. വിളി കേട്ടിട്ട് ചിലർ സഭകൾ മാറും. സഭകൾ മാറുന്ന എല്ലാവരും ഇല്ല, എല്ലാവർക്കും അല്ലിത്. ചിലരെ ദൈവം വിളിച്ചിട്ട് വേറൊരു തട്ടത്തിലേക്ക് മാറ്റും. അവരെ കുറ്റം പറയണ്ട. ദൈവം അവരെ വിളിച്ചു മാറ്റുകയാണെങ്കിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് വരില്ല. പണ്ട് കാലങ്ങളിൽ ഈ പെന്തക്കോസ്തി സഭ ആദ്യം തുടങ്ങിയപ്പോഴൊക്കെ അവർ ഈ കൊട്ടാരക്കര സ്ഥലത്താണ്, തൃക്കണ്ണപുരം അങ്ങനെ ഒരു സ്ഥലത്താണ് കുക്കെന്ന് പറഞ്ഞ ഒരാൾ വന്ന് ആദ്യമായിട്ട് അവരുടെ സഭ തുടങ്ങിയത്. അന്നൊക്കെ ഈ മറ്റ് സഭകളിലുള്ളവർ പെന്തക്കോസ്തി സഭയിൽ പോകും. അപ്പോൾ പോകുമ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വെറുപ്പാണ്, കാരണം അവരെ പറഞ്ഞു. പക്ഷെ അവരെ ദൈവമാണ് വിളിച്ചു മാറ്റി. അപ്പോൾ അങ്ങനെ ഈ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അപ്പൻ അങ്ങനെ പെന്തക്കോസ്തിലേക്ക് മാറിയപ്പം വീട്ടുകാരെല്ലാം പ്രശ്നമായി, വഴക്കായി, ബഹളമായി. പക്ഷെ പുള്ളി പറഞ്ഞെന്തുവാ, വല്യപ്പച്ചൻ പറഞ്ഞു, ഞാൻ മാറിയത് എനിക്കൊരു വിളിയുണ്ട്, നിങ്ങളാരും മാറാൻ ഞാൻ പറയുന്നില്ല, എന്നെ വിളിച്ചു മാറ്റിയവൻ വിശ്വസ്തൻ. അങ്ങനെ അദ്ദേഹം മാറി. പിന്നെ ഇപ്പോൾ അവരുടെ തലമുറ മുഴുവനും ഡോക്ടറിൻ്റെ അമ്മയുടെ വീട്ടുകാർ മുഴുവൻ പെന്തക്കോസ്തിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫെയ്ത്തിലേക്ക് മാറി. ഓരോരുത്തരെ വിളിച്ചു മാറ്റുന്നത് ദൈവമാണ് എങ്കിൽ നമ്മളെന്തിനാ അവരെ കുറ്റം പറയുന്നത്? ഓരോ ആലയ്ക്കകത്ത്, അതായത് ഓരോ ചർച്ചിൻ്റെ ഡൊമിനിയനകത്ത് ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് പോലും ദൈവമാണ്. നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, നമ്മൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ദ ഡിവൈൻ കൺസിസ്റ്റൻസി, യുവർ ബോഡി ദാറ്റ് റെസ്പോണ്ട് ടു ഫിയർ ആൻഡ് ഡൗട്ട് നൗ സ്റ്റാർട്ട്സ് റെസ്പോണ്ടിങ് ടു പീസ് ആൻഡ് ഫെയ്ത്ത്. നേരത്തെ ഭയവും സംശയവും ഉണ്ടായിരുന്നത് ഇപ്പം വിശ്വാസത്തിലേക്കും ബലത്തിലേക്കും വരിക. എല്ലാം ഭയമായിരുന്ന വ്യക്തിയുടെ ഭയം മാറിപ്പോയി. ഭയം മാറിയിട്ട് ഒരു പവറാണ്, പിന്നെ അണ്ടർ കൺട്രോളാണ് നമ്മുടെ ഇമോഷൻസ്. ദൈവം പറയുന്നത് മാത്രമേ നീങ്ങത്തുള്ളൂ. അചഞ്ചലമായ ഒരു വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം വരുമ്പോൾ ഇഫ് യുവർ തോട്ട് ഈസ് ഫിൽഡ് വിത്ത് ഫിയർ യുവർ ബോഡി കാനോട്ട് ഡു എനിത്തിങ്. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് നീ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ വേർഡ് നമ്മളെ ബലപ്പെടുത്തും. അപ്പോൾ ഇൻഫോർമേഷൻ റെവലേഷൻ വരും. ദ വെരി ഫാബ്രിക് ഓഫ് തിങ്കിങ്, സംതിങ് ഗ്രേറ്റർ ഈസ് ഇൻ കൺട്രോൾ, വേർഡ് ക്യാരീസ് ഡിവൈൻ കൺസിസ്റ്റൻസി. അതായത് നമ്മുടെ ചിന്തയ്ക്ക് വ്യത്യാസം വരും. ഇതുവരെ ചിന്തിച്ച പോലെ അല്ല ഇനിയിപ്പോൾ ചിന്തിക്കും. എൻ്റെ ചിന്ത ദൈവീക ആത്മീയത്തിലായി, ദൈവീക വെളിപ്പാടിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം ദൈവവചനമാണ് പിന്നെ എന്നെ നിയന്ത്രിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിലാണ് പിന്നെ ഞാൻ നീങ്ങേണ്ടത്, അല്ല ജഡത്തിലല്ല. ജഡത്തിന് ശക്തിയില്ല. ജഡത്തിൻ്റെ ശക്തിയെ വചനം കൊണ്ട് നമ്മൾ ഓവർ പവർ ചെയ്യുകയാണ്. ആ ഒരു പദവിയിൽ വരുമ്പോഴാണ് നമുക്കൊരു കൺസിസ്റ്റൻസി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന റീഡ് പോലെ, അതായത് കാറ്റത്ത് അങ്ങോട്ടും ആടും ഇങ്ങോട്ടും ആടും. ഒരാൾ ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് മാറും, ഒരാൾ അങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട്. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഗോഡ് വാണ്ട്സ് എ കോൺസ്റ്റൻറ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ദൈവം പോലും നോക്കുന്നത് ഉറച്ചു നിൽക്കുന്ന കഴിവുണ്ട്. പലപ്പോഴും വിശ്വാസത്തിൽ എത്ര വചനം പറഞ്ഞാലും ചില സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് സംശയം വരും. അപ്പോൾ ഞാൻ പറയും, ദൈവം പറഞ്ഞത് ശരിയാണോ, അപ്പച്ചൻ പറഞ്ഞതാണോ കേട്ടത്, അത് ഞാൻ തന്നെ ചിന്തിച്ചു. നമ്മളിങ്ങനെ വേവർ ചെയ്യുന്ന ഉടനെ ദൈവം ആരെയെങ്കിലും പറഞ്ഞയച്ചിട്ട് കർത്താവ് പറഞ്ഞ വിശ്വസ്തമായ വചനത്തിൽ ഉറപ്പിച്ചു നിർത്തും. അത് അവൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സാണ്. നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഷേക്ക് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ഒരു കൃപ ദൈവം നമുക്ക് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത് എടുത്തുപയോഗിക്കണം. അപ്പം നമുക്കൊരു പ്രവൃത്തിയാണ്. എന്നെ വിശ്വസിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫ് പ്രവർത്തനമാണ്. പ്രവർത്തനമില്ലാത്ത വിശ്വാസം കൊണ്ട് എന്ത് ഗുണം? യാക്കോബ് പറയുന്നുണ്ട്, നീ വിശ്വസിച്ചു, പ്രവൃത്തിയില്ലെങ്കിൽ എന്ത് ഗുണം? അപ്പം വേർഡ് എൻറ്റേഴ്സ് ദ മൈൻഡ് ആൻഡ് ദെൻ ദ സ്പിരിറ്റ്
ആൻഡ് ദെൻ ദ മൗത്ത്. മനസ്സിനകത്ത് ചിന്തയ്ക്കകത്ത് വേർഡ് ഒരാൾ പറഞ്ഞപ്പോഴോ അല്ലെ വചനം വായിച്ചപ്പോഴോ നമ്മുടെ ഉള്ളിലേക്കൊരു വേർഡ് കയറി വരും. ആ വേർഡ് പിന്നെ സ്പിരിറ്റ് റലമിലേക്ക് നീങ്ങണം. ആ വേർഡ് സ്പിരിറ്റ് റലമിൽ കയറണമെങ്കിൽ ജഡം ചാകണം. ഒരു യുദ്ധമാണ്. ഈ സ്പിരിറ്റ് റലമിൽ വന്ന വചനം പിന്നെ നാവ് കൊണ്ട് പുറത്ത് പറയണം. അതാണ് നീ പറഞ്ഞത് ആത്മാവിലാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ ചില ആലോചനകൾ പറയും. അപ്പം ഞാൻ തിരിച്ച് ഞാൻ ചോദിക്കും അത് യേശു പറഞ്ഞതാണോ നമുക്കൊന്നും കൂടെ പറയാമെന്ന് പറയും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുമ്പം അത് യേശുവിൻ്റെ അല്ലെന്ന് അവർ പറയും. അപ്പം യേശുവിൻ്റെ രൂപത്തിൽ പോലും വന്ന് ഐഡിയ പറഞ്ഞു തരും. അപ്പോൾ എത്രമാത്രം എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്. വേണ്ടാത്തതിനെ എടുത്തു കളയുക, വേണ്ടുന്നതിനെ പ്രാപിച്ചെടുക്കുക, വേണ്ടുന്നതിനെ ബലപ്പെടുത്തുക. ഇതൊക്കെ ദൈവശക്തിയാണ്. ദൈവത്തിനല്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ആത്മാവ് എനിക്ക് അനുകൂലമെങ്കിൽ ഞാനെന്തിനാ ഭയപ്പെടുന്നത്? അപ്പം നമ്മുടെ ജീവിതത്തിൽ വേർഡ് ഷുഡ് ബി ദ സോഴ്സ്. എൻ്റെ ബലം വചനമാണ്. ആ വചനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുക. ഐ ബിലീവ് ഇറ്റ് ആൻഡ് ഐ സ്പീക്ക് ഇറ്റ്. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് കംസ് ഫ്രം മീ. അതായത് വചനം ഞാൻ കേട്ടു, വചനം ഞാൻ അബ്സോർവ് ചെയ്തു, വചനം ഞാൻ പഠിച്ചു, അത് ഭക്ഷിക്കുകയാണ്. ഈ വചനത്തിൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അതായത് സ്പീക്ക് ദ വേർഡ് പറയുമ്പോൾ അത് സംഭവിക്കുക. അത് സംഭവിപ്പിക്കുന്നത് ദൈവം തമ്പുരാനാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി ഇല്ലാതെ ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പം ജീവൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, ദി ഓൾഡ് പാറ്റേൺ ബിഗിൻ ടു ഫെയിൽ ആൻഡ് ദി ന്യൂ പാറ്റേൺ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ വേർഡ് റൂൾ യുവർ ബോഡി. പഴയ കാലത്ത് എൻ്റെ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഞാൻ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളല്ല ഞാൻ തൊട്ടതായിരിക്കണം. തോമസ് പറഞ്ഞില്ലേ, ഞാൻ കൈകൊണ്ട് തൊടണം, ഞാൻ കണ്ണുകൊണ്ട് കാണണം, യേശുവിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കണം, അതൊക്കെ ഇന്ദ്രിയങ്ങളാണ്. പക്ഷെ ദൈവം അവിടെ യേശു വന്നിട്ട് അത് കാണിച്ചു കൊടുത്തു. ശരി, ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അവിടെ നിർത്തിയില്ല, അവിടുന്ന് അടുത്ത പടിയിലോട്ട് കയറ്റുകയാണ്. കർത്താവ് പറഞ്ഞ അവിശ്വാസി എന്ന തോമസിനെ വിളിച്ച് അവിശ്വാസി എന്ന് വഴക്ക് പറഞ്ഞേച്ച് കർത്താവ് തന്നെ പറയാണ്, വിശ്വാസം കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാതെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കാണാതെ വിശ്വസിക്കുന്നത് വചനാടിസ്ഥാനത്തിലാണ്. അതാണ്. എനിക്കൊരു പ്രൂഫൊന്നും വേണ്ട. എന്ത് പ്രൂഫാണ്? മനുഷ്യൻ എന്തോ പ്രൂഫാണ്? ഒരു പ്രൂഫും ഇല്ല. വചനം പറഞ്ഞു, ആ വചനം ഞാൻ സ്വീകരിച്ചു. അപ്പോൾ ഈ വചനത്തിൻ്റെ ശക്തിയാണ് എന്നെ ബലമായിട്ട് പിടിച്ചു നിർത്തുന്നത്. എന്തുമാത്രം വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നു അത്രമാത്രം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ്. എൻ്റെ മൈൻഡും സ്പിരിറ്റും കൂടെ ഒന്നിച്ചാകാൻ ദെയർ ഈസ് പവർ ടു പ്രൊഡ്യൂസ് ദ റിസൾട്ട്. എവിടെ? എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും കൂടെ ഒന്നിച്ച് ചേർന്ന് നിന്നിട്ട് ഞാനൊരു വചനം അയക്കുമ്പോൾ അത് പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കാൻ അവിടെയാണ് ശക്തി വരുന്നത്. അവിടെ മിറക്കിൾസ് ഹാപ്പൻ ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറയുമ്പം അപ്പം നമ്മുടെ ദ ബാറ്റിൽ ഗ്രൗണ്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. എൻ്റെ മനസ്സിലാണ്, പുറമേ അല്ല, എൻ്റെ അകത്താണ് ഈ യുദ്ധം. എവിടെ നിൽക്കണം? ഞാൻ പറഞ്ഞല്ലോ, 2 ട്രീ ഉണ്ട്. ഒന്ന് ജീവവൃക്ഷം, 2 നന്മതിന്മയുടെ. ഏത് ട്രീയുടെ അടുക്ക വന്ന് നിൽക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. തീരുമാനം ശരിയാകണം. ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിന്ന് മാറി ഒരു തീരുമാനം എടുക്കരുത്. അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി അല്ലെ എൻ്റെ സൗകര്യത്തിന് വേണ്ടി ദൈവം മാറി നിൽക്കുകയെന്ന് പറയില്ല. പിന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ മാറും, അത് വേറെ കാര്യം. പക്ഷെ കർത്താവിനറിയാം. ആർ യു സെലസ് ഫോർ ദ ലിവിങ് ഗോഡ്? ദൈവത്തിന് വേണ്ടി കത്തുന്ന ഒരു പാത്രമായി മാറണം. അല്ലാതെ എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? ആത്മാവിൻ്റെ ശക്തി ഇറങ്ങി വരണം. ദൈവം നമ്മളോട് പറയുകയാണ്, ഈ ഇൻഫോർമേഷൻ, ഈ കിട്ടുന്ന ഇൻഫോർമേഷൻ എല്ലാം നമുക്ക് ഓരോന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. അത് വെളിപ്പാടായിട്ട് മാറണം. അതായത് ഒരു മറ മാറിയതുപോലെ അകത്ത് ചെന്ന് കാണാനുള്ള കൃപ. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശ് മരണം കഴിഞ്ഞപ്പോൾ ക്രൂശിൽ കിടന്ന കർത്താവ് പൂർത്തിയാക്കിയെന്ന്, എൻ്റെ ആത്മാവിനെ ഞാൻ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു. ആർക്കും യേശുവിനെ കൊല്ലാനൊന്നും ഒക്കൂല. എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആത്മാവ് ദൈവത്തിലോട്ട് മാറുകയാണ് ചെയ്തത്. യേശു മരിച്ചു, അങ്ങനെയൊന്നും യേശുവിനെ കൊല്ലാനൊന്നും ആർക്കും കഴിഞ്ഞില്ല. പിന്നെ ജഡം അന്നേരം മരിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആത്മാവ് ഉടനെ പാതാളത്തിൽ ചെന്നിട്ട് ആദിത്യനോടും അവയോടും സംസാരിച്ച് അവരെ പൊക്കിയെടുത്ത് രക്ഷിച്ചു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നതെന്ന് ദൈവം ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഈ റെവലേഷൻ എന്ന് പറയുന്നത് ഈ വെളിപ്പാടകത്തുനിന്ന് വരുമ്പം വചനത്തിൽ നമ്മൾ പ്രവർത്തിക്കും. വേർഡ് സേസ് യു ആർ മെയ്ഡ് ഹോൾ. നിന്നെ പൂർണ്ണനാക്കി ഞാൻ കാണുന്നു. അത് വിശ്വസിക്കുക. അപ്പോൾ നോ ലോങ്ങർ ടു സ്ട്രഗിൾ, യു ലിവ് ഇൻ പീസ്. ഞാൻ സമാധാനത്തിലാണ്. യു വോക്ക് ഇൻ പീസ്. ദ ലൈഫ് ഓഫ് ഗോഡ് ഈസ് വിതിൻ യു ആൻഡ് ഇൻ
ഇൻസ്ട്രുമെൻ്റ് ഓഫ് എക്സ്പ്രഷൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരു ശരീരമായിട്ട് നമ്മൾ പറയാം. യുവർ ബോഡി വൺസ് എ പോയിൻ്റ് ഓഫ് ലിമിറ്റേഷൻ ബിക്കം ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് എക്സ്പ്രഷൻ ഫോർ ദ ലൈഫ് ഓഫ് ഗോഡ് വിതിൻ യു. അതായത് ഇന്ന് വരെ ഞാനിങ്ങനെ കുപ്പിക്കകത്ത് അടച്ചിരിക്കുന്ന ഞാൻ, എന്നെക്കൊണ്ട് ഇത്രയൊക്കത്തുള്ളൂ എന്ന് പറയുന്ന ഞാൻ ഇപ്പം ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് ആകാശമണ്ഡലം തൊട്ട് ഭൂമിയുടെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളെ മാറ്റുന്നതാണ്. ഒറ്റ വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും ആത്മാവിൽ. യേശുക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ പ്രവർത്തിച്ച അധികമായ അതിശയങ്ങൾ നമ്മൾക്കും ചെയ്യാൻ സാധിക്കും, ചെയ്യണം, സാധിക്കണം. പക്ഷെ ആഗ്രഹമുള്ളവർക്കാണ്, തീഷ്ണം. എല്ലാവർക്കും എല്ലാ വരമല്ല. ചിലർക്ക് വചനം പറയാനായിരിക്കും, ചിലർക്ക് പഠിപ്പിക്കാനായിരിക്കും, ചിലർക്ക് പാട്ടുപാടാനായിരിക്കും, ചിലർക്ക് ഭക്ഷണം കൊടുക്കാൻ. ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നതായിരിക്കണം. അപ്പം ബാറ്റിൽ ഗ്രൗണ്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. യുവർ തിങ്കിങ് ഹാസ് ടു ബി അലൈൻ വിത്ത് ദ വേർഡ്. യുവർ ലൈഫ് റെസ്പോൺസ് ടു വാട്ട് യു ബിലീവ് ആൻഡ് കൗണ്ട്സ് ആൻഡ് കൺഫസ്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് ചിലരോട് ഡോക്ടേഴ്സ് പറയും, അയ്യോ സീരിയസ് ആണോ, അസുഖം വലിയ സീരിയസാണ്, ഇപ്പോൾ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത്. അപ്പോൾ അവർ തിരിച്ച് പറയും, ഇല്ല ഡോക്ടറെ ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്, എന്നോട് ദൈവം പറഞ്ഞ് തിരിച്ചു പോയിക്കോളാൻ. അപ്പോൾ ഡോക്ടറിനൊന്നും പറയാനൊക്കത്തില്ല, നമ്മളെ ഫോഴ്സ് ചെയ്ത് ജയിപ്പിക്കാനൊക്കത്തില്ലല്ലോ. അപ്പോൾ അവർ തിരിച്ചു പോകും. കാരണം ആ ശക്തി അവർക്കുള്ളത് അവരുടേതല്ല, ആ പവർ ദൈവം ഇട്ട് കൊടുത്തതാണ്. ആ ദൈവശക്തിയിലാണോ നമ്മൾ നിൽക്കുന്നത്? ഇത് ഈ മൊമെൻറ്റ് ബൈ മൊമെൻറ്റ്, ഓരോ നിമിഷത്തിലും ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് ഇത് കിട്ടുന്നത്. ഇത് 4 പേരെ കാണിക്കാനല്ല, ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. യു മസ്റ്റ് ബിക്കം റിന്യൂഡ്. അതായത് പുതുക്കം പ്രാപിച്ച വ്യക്തിയാണ്. പഴയതിനകത്ത് എന്നീ പഴയ ശൈലി മാറി പുതുക്കം പ്രാപിക്കണം. വചനത്തിൻ്റെ ജോലി അത്. നമ്മൾ വചനം വായിക്കുന്നവരോട് ഞാൻ പറയാം, നമ്മൾ ഒരു പ്രാവശ്യം വായിച്ച വചനം പിന്നെ ഒന്ന് വായിച്ച് നോക്ക്, വേറൊരു മീനിങ് കിട്ടും. 4 പ്രാവശ്യം വായിക്കുക, 4 മീനിങ് കിട്ടും. എന്നാൽ അതിന് കൂടുതൽ വായിച്ചു അതിൽ നിന്ന് വലിയ ഡെപ്ത് കിട്ടും. കാരണം ഇത് സമുദ്രം പോലെ ആഴമേറിയതാണ്. ഇതിനകത്ത് എത്രമാത്രം കുളിച്ചിറങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പം ദൈവം എൻ്റെ കൂടെയുണ്ട്, സംശയമില്ല. എവറി നെഗറ്റീവ് തോട്ട് റീപ്ലേസ് ദ വേർഡ്. ഏതെങ്കിലും നെഗറ്റീവ് ചിന്തിച്ചോ അത് വചനത്തിനെതിരാണ്. അപ്പം വചനാടിസ്ഥാനത്തിൽ ചിന്തിക്കണം. യു കനോട്ട് അഫോർഡ് ടു ബി കെയർലെസ് വിത്ത് യുവർ തോട്ട്. ഇപ്പം സംസാരമല്ല, സംസാരമൊക്കെ അതിനുപരിയായി നിൻ്റെ ചിന്ത ദൈവത്തിന് അനുകൂലമാക്കണം. എന്താണ് എൻ്റെ ചിന്ത? എനിക്ക് നോക്കാൻ നോക്കുമോ? എൻ്റെ ചിന്ത ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഞാൻ എപ്പോഴും പറയായിരുന്നു കർത്താവിനോട്, ഒത്തിരി ആത്മാവിൽ വരുന്നതിന് മുമ്പ് ഒരേ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ ഞാൻ പറയും, ഈ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് ഇതിലെ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് കളയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്തേന്. പക്ഷേ ഈ ബ്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനും ഇതിനകത്ത് നെഗറ്റീവ് തോട്ട്സ് കളയാനും എനിക്കൊക്കത്തില്ല. പക്ഷേ നിനക്ക് ചെയ്യാൻ സാധിക്കും. ആരോടാ പറയുന്നത്? ദൈവത്തോട്. ദൈവം കേട്ടു. ദൈവം ഉടനെ തന്നെ തിരിച്ചൊരു വാക്ക്, ഒരു പാട്ടായിട്ട് എനിക്ക്, ലെറ്റ് ദ വേർഡ്സ് ഓഫ് മൈ മൗത്ത് ആൻഡ് ദ മെഡിറ്റേഷൻസ് ഓഫ് മൈ ഹാർട്ട് ബി അക്സെപ്റ്റബിൾ അൺ ടു ദീ ഓ ലോഡ്. എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളും നിനക്ക് അനുകൂലമാകട്ടെ. ഒരൊറ്റ പാട്ട് ഈരടിയാണ്. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ദൈവം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. എപ്പോഴും നെഗറ്റീവ്. 6 മാസം കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് തോട്ട്സ് എടുത്ത് ദൂരെ കളഞ്ഞ ദൈവം. ആരാ ജോലി ചെയ്തത്? വചനം. ആരാ പറഞ്ഞത്? നമ്മൾ. പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ചു. ഇങ്ങനെയാണ് ജയമെടുക്കുന്നത്. അല്ലാതെ അങ്ങോട്ടും ഓടി ചെന്നിട്ട് ഒരാൾ പറഞ്ഞിട്ട് സ്വഭാവം പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ദൈവം വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്തത്. പക്ഷെ വെൻ ഹി ചേഞ്ചസ് യു ആർ ചേഞ്ച്ഡ്, യു ബിക്കം എ ന്യൂ പേഴ്സൺ. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നീ ജീവിക്കുക എന്ന് പറയുമ്പം യുവർ വേർഡ്സ് ആർ ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ യുവർ സ്പിരിറ്റ് ആൻഡ് ബോഡി. അതായത് എൻ്റെ അന്തരാത്മാവും പുറത്തെ ശരീരം കൂടെ കണക്ട് ചെയ്യുന്നത് ദൈവവചനമാണ്. അത് കറക്റ്റാക്കണം. ദൈവം ഒരു സത്യം പറയും, അതങ്ങോട്ട് പകുതിക്കോ ദൈവം പറഞ്ഞതല്ലേ, അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? പലപ്പോഴും ദൈവം ചെയ്ത നന്മ പറഞ്ഞു വെച്ച് നമ്മൾ തന്നെ വാഗൊണ്ട് നെഗേറ്റ് ചെയ്യുന്നു. അതിന് തിരിച്ചായിട്ട് പറയുന്നെങ്കിൽ യു ക്യാൻസൽഡ് ഇറ്റ്. അതുകൊണ്ടാണ് എനിക്ക് ഈ മഹാഭാവി എന്ന് എപ്പോഴും പറയുമ്പോൾ എനിക്ക് പ്രയാസം തോന്നിക്കും. കാരണം തൻ്റെ രക്തം കൊടുത്ത്, ആരുടെ?
പിതാവാം ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ കയറാൻ രക്തം ചൊരിച്ച് നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തവും തന്ന് നമ്മളെ മക്കളാക്കി മാറ്റിയിട്ട് പിന്നെ എൻ്റെ പദവി മാറിയില്ലെങ്കിൽ പിന്നെ ക്രൂശ് മരണത്തിൻ്റെ അർത്ഥം എന്തുവാ? അപ്പം അപ്പച്ചൻ ചെയ്തത് പോരാ എന്ന് പറയുകയാണോ ഇൻഡയറക്റ്റ്ലി? അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ടേ എങ്കിൽ അത് മാറ്റണ്ടേ നമ്മൾ? തീർത്തും. അങ്ങനെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പരിശുദ്ധാത്മാവിന് വിപരീതമായിട്ടൊന്നും ചെയ്യരുത്. ബാക്കി ദൈവം. ഞാനിപ്പോൾ ആർക്ക് ശരി ആർക്ക് തെറ്റെന്നൊന്നും എനിക്ക് പറയേണ്ട അധികാരമില്ല. പക്ഷെ എനിക്കൊന്നറിയാം, വചനം നമ്മളെ പഠിപ്പിച്ചാൽ വചനം ആഴത്തിൽ നമ്മളെ പഠിപ്പിച്ചെടുക്കും. അവിടെ ഉറച്ചു നിൽക്കുക, ജീവനുള്ള വൃക്ഷം ഉണ്ടാകട്ടെ. അത് തളിർത്ത് കിളിർത്ത് നല്ല ഫലമുണ്ടാകുന്നാക്കി മാറ്റാൻ ദൈവം അനുവദിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര മനോഹരമായിട്ട് നിൻ്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. അനേക മക്കൾക്ക് നിൻ്റെ വചനം ചെന്ന് കൊള്ളേണ്ടതാണ്. എങ്ങനെ ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ, രോഗം വരുമ്പോൾ, മരണം മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ പോകണമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ മരണത്തിനെ തോൽപ്പിച്ച ദൈവമല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന? രോഗത്തെ മറികടന്ന് സൗഖ്യം തന്ന ദൈവമല്ലേ എൻ്റെ മുമ്പിൽ? മരിച്ച ലാസറസിനെ ഉയർത്തിയ ദൈവമല്ലേ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ആ ദൈവം വിചാരിച്ചാൽ, ആ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഉറച്ച് വിശ്വസിക്കാനുള്ള കൃപ ഇട്ട് തരണം. നിൻ്റെ ആത്മാവല്ലാതെ ഒന്നും ഞങ്ങളിൽ പ്രവർത്തിക്കല്ലേ. നിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് പകർന്നു തരണം. ആത്മാവിൻ്റെ ചൈതന്യം ഒഴുക്കി തരണം. കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. വരാവുന്ന എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അപ്പച്ചനെ ഇന്ന് വരെ രക്ഷിച്ചിട്ട് ആയുസ്സിന് ദൈർഘ്യം നീട്ടിത്തന്ന ദൈവത്തിന്, രാജാവിൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി അല്ലാതൊന്നും പറയാനില്ല. നന്ദിയുള്ള ഹൃദയമുണ്ട് അപ്പച്ച. ഈ ലോകത്തിൽ ഞങ്ങൾ എത്ര കാലം ജീവിക്കണം, എന്തെല്ലാം ചെയ്തു തീർക്കണം, അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനുള്ള കൃപയിട്ട് തരണം. നാഥൻ്റെ മുൻപിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ ഓരോന്നും ഏൽപ്പിക്കുമ്പോൾ അതെത്രയോ ശ്രദ്ധയോടുകൂടി അപ്പച്ചൻ അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചു തരുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.